ഏപ്രിൽ 26-നായിരുന്നു കേരളത്തിലെ 20 ലോക്സഭാ മണ്ഡലങ്ങളിലേക്ക് തെരഞ്ഞെടുപ്പ് നടന്നത്. അന്നു മുതൽ വിധി അറിയാനുള്ള ആകാംക്ഷയിലാണ് സ്ഥാനാർത്ഥികളും ജനങ്ങളും. നാളെ രാവിലെ 8 മണി മുതൽ വോട്ടെണ്ണി തുടങ്ങും. ആദ്യം എണ്ണുക പോസ്റ്റൽ വോട്ടാണ്. 8:30 വോട്ടിംഗ് മെഷീനിലെ വോട്ടും എണ്ണി തുടങ്ങും. 8:30 തന്നെ ആദ്യ ഫലസൂചനകൾ ലഭ്യമാകും. കഴിഞ്ഞ തവണ 19 സീറ്റിൽ UDFും 1 സീറ്റിൽ LDFുമായിരുന്നു വിജയിച്ചത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ കോൺഗ്രസിന് മുന്നേറ്റമുണ്ടാക്കുമെന്ന സൂചനയാണ് നൽകുന്നത്. ഒപ്പം കേരളത്തിൽ ഇത്തവണ BJP അക്കൗണ്ട് തുറക്കുമെന്ന് പല സർവേകളും സൂചന നൽകുന്നുണ്ട്. മാസപ്പടി അടക്കമുള്ള ആരോപണങ്ങൾ മുഖ്യമന്ത്രിക്കും മകൾ വീണ വിജയനുമെതിരെ ഉയർന്നപ്പോഴും മുഖ്യമന്ത്രി മുൻനിർത്തി തന്നെയായിരുന്നു LDF പ്രചരണം നടത്തിയത്. ആ തന്ത്രം എത്രത്തോളം വിജയിച്ചെന്ന് നാളെ ഫലം വരുമ്പോൾ അറിയാം. പ്രതിപക്ഷ നേതാവ് VD സതീശൻ തന്നെയായിരുന്നു UDFിനെ നയിച്ചത്. തോൽവി സംഭവിച്ചാൽ പൂർണ്ണ ഉത്തരവാദിത്തം താൻ ഏറ്റെടുക്കുമെന്ന് പ്രഖ്യാപിച്ചായിരുന്നു VD സതീശൻ പ്രചരണത്തിന് ചുക്കാൻ പിടിച്ചത്. പത്മജ വേണുഗോപാൽ കോൺഗ്രസ് വിട്ട് BJPയിലേക്ക് ചേക്കേറിയപ്പോൾ തൃശൂരിൽ സുരേഷ് ഗോപിക്കെതിരെ K മുരളീധരനെ രംഗത്തിറക്കിയായിരുന്നു കോൺഗ്രസ് അതിനെ നേരിട്ടത്. ഒപ്പം വടകര പിടിച്ചെടുക്കാൻ CPM നിയോഗിച്ച KK ശൈലജയ്ക്കെതിരെ ഷാഫി പറമ്പിലിനെ സ്ഥാനാർത്ഥിയാക്കി. കോൺഗ്രസിന്റെ ഈ രണ്ട് തന്ത്രങ്ങളും എത്രത്തോളം വിജയിച്ചെന്ന് അറിയാനുള്ള കാത്തിരിപ്പിലാണ് UDF ക്യാമ്പ്. ഇവരിൽ ആര് വിജയിച്ചാലും വൈകാതെ തന്നെ മറ്റൊരു തെരഞ്ഞെടുപ്പ് കൂടി കാണാൻ കഴിയും. പ്രധാനമന്ത്രിയടക്കം നിരവധി തവണ നേരിട്ടെത്തിച്ചായിരുന്നു BJP ഇത്തവണ തെരഞ്ഞെടുപ്പിൽ കേരളത്തിൽ കരുത്ത് കാട്ടിയത്. AK ആന്റണിയുടെ മകൻ അനിൽ K ആന്റണിയെ BJPയിലെത്തിച്ച് സ്ഥാനാർത്ഥിയാക്കിയും 2 കേന്ദ്രമന്ത്രിമാരെ മത്സരിപ്പിച്ചും രാഹുൽ ഗാന്ധിക്കെതിരെ സംസ്ഥാന പ്രസിഡന്റ് K സുരേന്ദ്രനെ കളത്തിലിറക്കിയുമായിരുന്നു BJP കരുത്ത് കാട്ടിയത്. എക്സിറ്റ് പോൾ ഫലങ്ങൾ 1 മുതൽ 3 സീറ്റുകൾ വരെ പ്രവചിക്കുമ്പോൾ BJP കേന്ദ്ര നേതൃത്വം ഏറെ പ്രതീക്ഷയോടെയാണ് കേരളത്തിലെ ഫലത്തെ നോക്കിക്കാണുന്നത്. സി മലയാളം ന്യൂസ്, തിരുവനന്തപുരം. പുതിയ വാർത്തകളും വിശേഷങ്ങളും ഇനി വിരൽ തുമ്പിൽ. എല്ലാ ഡിജിറ്റൽ പ്ലാറ്റ്ഫോമുകളിലും ഇപ്പോൾ സി മലയാളം ന്യൂസ് ലഭ്യം.